നമസ്കാരം. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യം കടന്നു വരാനുള്ള ഒരു ഏരിയയാണ് മലയാള സിനിമ. അപ്പം മലയാള സിനിമ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് ലെവലായാലും, ഡിഗ്രി ലെവലായാലും 10th ആയാലും +2 ആയാലും നമുക്കൊരു ചോദ്യം കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോക്കാം. ഇപ്പോൾ 2025 നടന്ന ഡിഗ്രി പ്രാഥമിക പരീക്ഷയിൽ ഒരു ചോദ്യം ചോദിച്ചത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ്. PJ ആന്റണിക്ക് ദേശീയ അവാർഡ് നേടി നൽകിയ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമാല്യമാണ്. സംവിധാനം ചെയ്തത് ശ്രീ MT വാസുദേവൻ നായരുമാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നു വരാം. കാരണം അതെല്ലാം കറണ്ട് അഫയർ ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുമാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റുകൾ മാത്രമായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കാണുക. മലയാള സിനിമ, ആദ്യത്തെ മലയാള സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഗതകുമാരനാണ്. സംവിധാനം ചെയ്തത് JC ഡാനിയൽ. 1928 ആ സിനിമ പുറത്തിറങ്ങിയത്. അതിലെ നായികയെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ PK റോസി ആയിരുന്നു അതിലെ നായിക. അപ്പൊ ഇത് ശബ്ദ സിനിമയല്ലെന്ന് നമുക്കറിയാം. മലയാളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ ചിത്രം ശബ്ദ സിനിമയല്ല, രണ്ടാമത്തെ ചിത്രവും ശബ്ദ സിനിമയല്ല. അപ്പൊ രണ്ടാമത്തെ ചിത്രം ഏതാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ നമ്മൾ കണ്ടത് മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ് വിഗതകുമാരൻ, അതൊരു നിശബ്ദ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം മാർത്താണ്ഡവർമ്മ, അതും നിശബ്ദ ചിത്രമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ബാലനാണ്. എന്നാൽ മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനാംബിക. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിത നൗകയാണ്. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം ജീവിത നൗകയാണ്. ഇനി PSC എപ്പോഴും ചോദിക്കുന്ന രണ്ട് വസ്തുതകളാണ് നീലക്കുയിലും ചെമ്മീനും. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലക്കുയിലാണ്. ഇപ്പൊ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ ചിത്രം നീലക്കുയിൽ. എന്നാൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്മീനുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ചരിത്രം എന്ന നിലയിലൊന്ന് ഓർത്തു വയ്ക്കുക. ഇവിടെ PSC പിന്നെയും ചോദിച്ച ചില വസ്തുക്കളുണ്ട്. ചെമ്മീൻ എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തകഴി ശിവശങ്കര പിള്ളയാണ്. അതൊരു നോവലാണ്. രചിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ്. എന്നാൽ ചെമ്മീൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമു കാര്യാട്ട്. ആ സംവിധാനം ചെയ്യാൻ വേണ്ടി അതിന്റെ തിരക്കഥ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SL പുരം സദാനന്ദൻ. അപ്പൊ ഇത്രയും വസ്തുതകൾ കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് ചോദിച്ചാൽ അത് തകഴി ശിവശങ്കര പിള്ളയാണ്. എന്നാൽ അതിന്റെ തിരക്കഥ രചിച്ചത് SL പുരം സദാനന്ദനാണ്. സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. അത്രയും ഓർത്തു വയ്ക്കുക. ഇതാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ചിത്രം. എന്നാൽ നീലക്കുയിൽ സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? നീലക്കുയിൽ സംവിധാനം ചെയ്തത് P ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണെന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നാം കാണുന്നത് PSC പരീക്ഷയിൽ ഉറപ്പുള്ള ഒരു പേരാണ്. ഉറപ്പായും ചോദിക്കും. കാരണം 2024 ഡിസംബർ 25 ഇദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുക. ആദ്യമായിട്ട് അദ്ദേഹം തിരക്കഥ രചിച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുറപ്പെണ്ണാണ്. ഇനി ഈ മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആധാരമായ MTയുടെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കിയാണ് മുറപ്പെണ്ണ് എന്ന ചിത്രം നിർമ്മിച്ചതെന്ന് ഓർക്കുക. ഇനി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ചോദിച്ചാൽ ഒന്ന് നിർമാല്യം. ഈ നിർമാല്യം എന്ന ചിത്രത്തിലാണ് PJ ആന്റണിക്ക് ഭരത് പുരസ്കാരം അല്ലെങ്കിൽ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയെന്ന് ഓർക്കുക. അദ്ദേഹമാണ് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ഈ പുരസ്കാരം കിട്ടിയതെന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക, മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. പിന്നെയുള്ള മറ്റൊരു കൃതിയാണ്, ഒരു സംവിധാനം ചെയ്ത ചിത്രമാണ് ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറു പുഞ്ചിരി. അപ്പൊ ഈ പേരുകളൊന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറു പുഞ്ചിരി. ഇനി നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോയിന്റ്, എഴുത്തച്ഛൻ പുരസ്കാരവും JC ഡാനിയൽ പുരസ്കാരവും നേടിയ ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് MT വാസുദേവൻ നായരാണ്. എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് 2011 അപ്പൊ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2011 അപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ കേരള സർക്കാർ നൽകുന്ന സാഹിത്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് 2011 കിട്ടി. എന്നാൽ സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. അത് ലഭിച്ചത് 2013 നമുക്കറിയാം MT വാസുദേവൻ നായർ അന്തരിച്ചത് 2024 ഡിസംബർ 25
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കറണ്ട് അഫയർ ഓറിയന്റഡ് ആയിട്ട് ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ മറ്റൊരു തിരക്കഥയാണ് ഒരു വടക്കൻ വീരകഥ. ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് ഓർത്തു വയ്ക്കുക. അപ്പം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരവും MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് ഷാജി എൻ കരുണിലേക്കാണ്. ഇദ്ദേഹം 2025 ഏപ്രിൽ 28 അന്തരിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി PSC ഒരു ചോദ്യം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റ് വസ്തുതകൾ കൂടി നോക്കാം. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 2011 2023 JC ഡാനിയൽ പുരസ്കാരം 2025 ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. അപ്പൊ 2025 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ചോദിച്ചു കഴിഞ്ഞാൽ TV ചന്ദ്രനാണ്. ഇപ്പൊ 2022 JC ഡാനിയൽ പുരസ്കാരം TV ചന്ദ്രൻ, 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി എൻ കരുൺ. എന്നാൽ ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാരം 1992 ലഭിച്ചത് ചോദിച്ചാൽ TE വാസുദേവൻ. അപ്പൊ ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TE വാസുദേവനാണ് 1992 കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ഇദ്ദേഹം ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇനി ഇദ്ദേഹത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. അത് പഠിക്കാനൊരു എളുപ്പമാർഗമുണ്ട്. 1979, 1989, 1999, 2009 എല്ലാം 79 മുതൽ 10 വർഷം വെച്ച് കൂട്ടിപ്പോയാൽ മതിയാവും. 1979 തമ്പ് എന്ന ചിത്രത്തിന് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. അപ്പോൾ ഓർക്കുക, 1979 തമ്പ് എന്ന ചിത്രത്തിന് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. 1989 പിറവി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അത് മികച്ച ചിത്രമായിട്ടും അതേപോലെ ഇദ്ദേഹത്തെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ 1989 പിറവി എന്ന ചിത്രം 2 കാര്യങ്ങൾ ഓർക്കുക: മികച്ച ചിത്രവുമായിരുന്നു, മികച്ച സംവിധായകനായിട്ടും ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 1999 മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തു വാനപ്രസ്ഥം. 2009 കുട്ടിസ്രാങ്ക് എന്ന ചിത്രം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വസ്തുതകൾ ദേശീയ പുരസ്കാരം എന്ന നിലയിലൊന്ന് ഓർക്കുക. ഇനി അദ്ദേഹത്തിന് ലഭിച്ച സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 1988 മികച്ച 2ാമത്തെ ചിത്രമായിട്ട് പിറവി തിരഞ്ഞെടുത്തു. 1994 മികച്ച 2ാമത്തെ ചിത്രമായിട്ട് സ്വം തിരഞ്ഞെടുത്തു. 1999 മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി വാനപ്രസ്ഥം. അപ്പൊ ഈ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോവാതൊന്ന് നോക്കി വെക്കുക. ഇനി ഷാജി എൻ കരുണിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണത്? കാൻ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെടുത്തി നമ്മൾ 2 പോയിന്റ് പഠിക്കണം. ഒന്ന്, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡി ഓർ പുരസ്കാരം ലഭിച്ചു പിറവി എന്ന ചിത്രത്തിന് 1989 ക്യാമറ ഡി ഓർ. അതേപോലെ പാം ഡി ഓർ 1994 പാം ഡി ഓർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് സ്വം എന്ന ചിത്രത്തിനെ നോമിനേറ്റ് ചെയ്തു. അവിടെ നോമിനേഷൻ ലഭിച്ചുള്ളൂ. സ്വം എന്ന ചിത്രത്തിന് നോമിനേഷൻ ലഭിച്ച കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇദ്ദേഹത്തിന്റെ സിനിമകൾ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. 1989 പിറവി എന്ന ചിത്രവും 1994 സ്വം എന്ന ചിത്രവും ഒന്ന് ഓർത്തു വയ്ക്കുക. ആ പോയിന്റുകൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത് നമ്മൾ കാണുന്നത് അടുത്തൊരു സംവിധായകനാണ് G അരവിന്ദൻ. ഇദ്ദേഹത്തിന്റെ സിനിമകളും സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു കോഡാണ് ഉത്തര KVയുടെ പോക്കറ്റ്. ഈ ഒരു കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചുള്ള മിക്കവാറും വസ്തുതകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തര ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ പേരാണ് ഉത്തരായനം എന്ന സിനിമ. അവിടെ ആദ്യമേ ആ പേര് എഴുതിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരായനമാണ്. ഇപ്പൊ G അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രമാണ് ഉത്തരായനം. ഇനി ഈ കെ വച്ചിട്ട് ഓർക്കുക, കുമ്മാട്ടി, വി വാസ്തുഹാര, പി പോക്കുവെയിൽ, O ഒരിടത്ത്, C ചിദംബരം, K കാഞ്ചന സീത, E എസ്തപ്പാൻ, T തമ്പ്. ഇതാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. ഒരിക്കൽ കൂടെ പറയാം: ഉത്തരായനം, K കാഞ്ചന സീത, V വാസ്തുഹാര, P പോക്കുവെയിൽ, O ഒരിടത്ത്, C ചിദംബരം,
കെ കാഞ്ചനസീത, ഇ എസ്തപ്പാൻ, ടി തമ്പ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയതുകൂടി നമുക്കൊന്ന് ഓർക്കാം. അത് ഇവിടുന്ന് തന്നെ കിട്ടും. ഒന്നിടവിട്ട ഒന്ന് മാർക്ക് ചെയ്താൽ മതി. OKT ഇതിൽ തുടങ്ങുന്ന ചിത്രങ്ങൾക്കാണ് കിട്ടിയത്. അപ്പോൾ O ഒരിടത്ത്, K കാഞ്ചനസീത, T തമ്പ്. അങ്ങനെ ഈ 3 ചിത്രങ്ങൾക്ക് ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർക്കുക. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ജി അരവിന്ദനെ ഈ ഒരൊറ്റ കോഡിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അടുത്ത PSC സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചുകൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ് സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മതിലുകൾ, മുഖാമുഖം, അനന്തരം, വിധേയൻ. അപ്പൊ ഈ പേരുകൾ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ളതേത്, ഇല്ലാത്തതേത്. അതേപോലെ മലയാളത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏക മലയാളി ചോദിച്ചാലും അടൂർ ഗോപാലകൃഷ്ണനാണ്. ഈ 2 വസ്തുതകൾ അദ്ദേഹത്തെ കുറിച്ചൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി PSC സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്, മലയാളത്തിൽ ആദ്യമായിട്ട് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്, ദേശീയ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PJ ആന്റണിയാണ്. PJ ആന്റണി. ചിത്രം നിർമാല്യമാണ്, 1973. അതിൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം വെളിച്ചപ്പാടായിരുന്നു. വെളിച്ചപ്പാടിന്റെ വേഷത്തിലാണ് PJ ആന്റണി എത്തിയതെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഭരത് അവാർഡ് കിട്ടിയതാണ് ഭരത് ഗോപി എന്നറിയപ്പെടുന്ന ഗോപി. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടിയേറ്റമാണ്. ഗോപി ചിത്രം കൊടിയേറ്റം. അദ്ദേഹത്തിന്റെ കഥാപാത്രവും PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ശങ്കരൻകുട്ടി. അപ്പൊ കൊടിയേറ്റം എന്ന ചിത്രത്തിൽ ഗോപി അവതരിപ്പിച്ച കഥാപാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരൻകുട്ടിയാണ്, 1977. മറ്റൊരു വ്യക്തി ബാലൻ കെ നായരാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഓപ്പോൾ. ഓപ്പോൾ എന്ന ചിത്രത്തിൽ ബാലൻ കെ നായർക്ക് ദേശീയ പുരസ്കാരം കിട്ടി. കഥാപാത്രം ഗോവിന്ദൻ. മറ്റൊന്ന് പ്രേംജിയാണ്. പിറവി എന്ന ചിത്രത്തിലാണ് പ്രേംജിക്ക് പുരസ്കാരം കിട്ടിയത്. അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപവും PSC ചോദിച്ചിട്ടുണ്ട്. നാമം MP ഭട്ടതിരിപ്പാട്. MP ഭട്ടതിരിപ്പാട്. ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ചോദിച്ചു കഴിഞ്ഞാൽ രാഘവ ചാക്യാർ. 3 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള നടനാണ് മമ്മൂട്ടി. അതിൽ 2 എണ്ണം മലയാള സിനിമയിലെ 2 വർഷം മലയാള സിനിമയിലെ അഭിനയത്തിനും 1 എണ്ണം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിലേക്കുള്ള സിനിമയ്ക്കുമാണ് കിട്ടിയത്. അപ്പൊ നമുക്കതിൽ നോക്കാം. 1989 2 ചിത്രങ്ങൾക്കാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടിയത്. മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ. മതിലുകളും ഒരു വടക്കൻ വീരഗാഥയും. അതിൽ മതിലുകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ബഷീർ ആയിരുന്നു. എന്നാൽ ഒരു വടക്കൻ വീരഗാഥയിലെ കഥാപാത്രം ചന്തു ചേകവരാണ്. പിന്നീട് കിട്ടിയത് 1993 പുരസ്കാരമാണ്. 1993 2 ചിത്രങ്ങൾ, വിധേയനും പൊന്തൻമാടയും. വിധേയൻ, പൊന്തൻമാട. അതിൽ വിധേയനിലെ കഥാപാത്രമാണ് ഭാസ്കര പട്ടേൽ. എന്നാൽ പൊന്തൻമാടയിലെ കഥാപാത്രം മാടാൻ തന്നെയാണ്. നമ്മൾ ഓർത്താൽ മതി. പിന്നെ 1998 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്യഭാഷയിൽ അഭിനയിച്ച് പുരസ്കാരം കിട്ടിയ ഏക മലയാള നടനും കൂടിയാണ് മമ്മൂട്ടി എന്ന് ഓർക്കുക. അടുത്ത നടൻ മോഹൻലാൽ ആണ്. മോഹൻലാലിന് 2 തവണയാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് മികച്ച നടനുള്ള. ഒന്നാമത് 1991 ഭരതം. 1991 ഭരതം. പിന്നീട് 1999 വാനപ്രസ്ഥം. അതിൽ വാനപ്രസ്ഥത്തിന്റെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക, കുഞ്ഞിക്കുട്ടൻ. കാരണം ഷാജി എൻ കരുൺ അന്തരിച്ചത് കൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വാനപ്രസ്ഥത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞിക്കുട്ടനാണ്. ഇനി അടുത്ത സുരേഷ് ഗോപിയാണ്. 1997 കളിയാട്ടം എന്ന ചിത്രം. കളിയാട്ടം. കഥാപാത്രം ചോദിച്ചാൽ കണ്ണൻ പെരുമലയൻ. അടുത്ത ബാലചന്ദ്ര മേനോനാണ്. 1997 തന്നെയാണ്. ചിത്രം സമാന്തരങ്ങൾ. കഥാപാത്രം ഇസ്മായിൽ. അടുത്ത മുരളിയാണ്. നെയ്ത്തുകാരൻ എന്ന ചിത്രം. കഥാപാത്രം അപ്പാ മേസ്തിരി. പിന്നെ കിട്ടിയത് സലീംകുമാർ ആണ്. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആദാമിന്റെ മകൻ അബു. അടുത്ത് കിട്ടിയത് സുരാജ് വെഞ്ഞാറമൂടിനാണ്. പേരറിയാത്തവൻ എന്നാണ് ചിത്രം. ഇനി നമുക്ക് ആദ്യമായിട്ട് ഭരത് അവാർഡ് നേടിയ വനിത നമുക്ക് നോക്കാം. മികച്ച നടിക്കുള്ളത് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ ശാരദയാണ്. 2 ചിത്രങ്ങളാണ്. തുലാഭാരം. ആദ്യമായി കിട്ടിയത് തുലാഭാരം 1968. പിന്നീട് 1972 സ്വയംവരം എന്ന ചിത്രത്തിലും കിട്ടി. മറ്റൊന്ന് മോനിഷയാണ്. 1986 നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനാണ് അന്ന് പുരസ്കാരം.
അപ്പൊ നമ്മൾ ഇതുവരെ മികച്ച നടിമാരിലെ ശാരദ ആദ്യമായിട്ട് മലയാളത്തിൽ നേടിയത് ശാരദയാണെന്ന് നമ്മൾ കണ്ടു. 2 ചിത്രങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തുലാഭാരം എന്ന ചിത്രത്തിന് 1968-ലും 1972-ൽ സ്വയംവരം എന്ന ചിത്രത്തിനും ലഭിച്ചു. പിന്നീട് മോയിഷയ്ക്ക് ലഭിച്ചത് നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലാണ്. ആ കഥാപാത്രം ചോദിച്ചാൽ ഗൗരിയാണ് കഥാപാത്രം. 1993-ൽ ശോഭനയ്ക്ക് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴാണ് ചിത്രം. മണിച്ചിത്രത്താഴ് ഗംഗ അല്ലെങ്കിൽ നാഗവല്ലി ആയിരുന്നു കഥാപാത്രം. ആ 2 പേരിലും നമുക്ക് പറയാം. മറ്റൊന്ന് ലഭിച്ചത് മീര ജാസ്മിനാണ്. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ പാഠം 1 ഒരു വിലാപം. മീര ജാസ്മിൻ പാഠം 1 ഒരു വിലാപം. മറ്റൊന്ന് സുരഭി ലക്ഷ്മിയാണ്. മിന്നാമിനുങ്ങ് എന്ന ചിത്രം. മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിന് 2016-ലാണ് ദേശീയ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. അതോടൊപ്പം നമ്മളൊന്ന് ഓർക്കേണ്ടതാണ് 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ കാതൽ ദി കോറാണ്. മികച്ച ചിത്രം കാതൽ ദി കോർ. സംവിധാനം ചെയ്തത് ജിയോ ബേബി. എന്നാൽ മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലസ്സിയാണ്. മികച്ച സംവിധായകൻ ബ്ലസ്സി. ആടുജീവിതം. മികച്ച നടൻ നമുക്കറിയാം പൃഥ്വിരാജാണ്. ആടുജീവിതം എന്ന ചിത്രം തന്നെയാണ്. മികച്ച നടി ഉർവശി. സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൊഴുക്കാണ്. മറ്റൊരു നടിയാണ് ബീന ആർ ചന്ദ്രൻ. അപ്പൊ 2 പേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. ഒന്ന് ഉർവശി, രണ്ടാമത്തെ ആള് ബീന ആർ ചന്ദ്രൻ. ബീന ആർ ചന്ദ്രന്റെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ തടവാണ് മികച്ച ചിത്രം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി ഒന്ന് ഓർത്തു വയ്ക്കണം. പിന്നെ PSC സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് വനിത അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് മികച്ച വ്യക്തിയെ തിരഞ്ഞെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശാലിനി ഉഷാദേവി. ആ കാര്യം കൂടി, ആ സ്പെഷ്യൽ മെൻഷൻ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. PSC ഇടക്കാലങ്ങളിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്രയും വസ്തുത 54-ാമത് ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മലയാള സിനിമയുമായി ബന്ധപ്പെടുത്തി കറണ്ട് അഫയർ ഓറിയന്റഡ് ആയിട്ടും ചരിത്രത്തിലേക്ക് ഇറങ്ങി PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും വ്യക്തമാണെന്നും കരുതുന്നു. നന്ദി, നമസ്കാരം.